ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നിവിടെ നല്ല മഴയായിരുന്നു കേട്ടോ. നല്ല മഴയെന്ന് വെച്ചാൽ ഒരു 7 മണി വരെയൊക്കെ, വെളുപ്പിന് തുടങ്ങിയ മഴ ഒരു 7 മണി വരെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെന്താ, ഇന്ന് രാവിലെ ഞാനൊരു ഗ്ലാസ് ചൂടുവെള്ളം വെച്ച് കുടിച്ചു. ഭയങ്കര തൊണ്ടവേദനയായിരുന്നു. ഇപ്പോഴും എനിക്കുണ്ട് കേട്ടോ, എന്താണെന്നറിയാൻ മേല. അത് കഴിഞ്ഞ് മൂത്താളെ മദ്രസയിൽ വിടണമായിരുന്നു. അതിനുള്ള പരിപാടിയൊക്കെ ചെയ്ത് അപ്പോഴേക്ക് ഈ ഇളയവൻ അവൻ്റെ ചെരുപ്പ് തപ്പുന്നതാണ് കാണുന്നത്. പരാതി പറച്ചിലായിരുന്നു എന്നിട്ട്. പക്ഷെ ഇവിടെ എവിടെയും കണ്ടില്ല. പിന്നെ അങ്ങനെ മോന് പോകുന്ന വഴിയിൽ അവൻ പറഞ്ഞു, ഇറങ്ങി അവൻ അങ്ങ് എത്തിയപ്പോഴും അവൻ കാണുന്നതെന്ന് തോന്നുന്നു. അവൻ പറഞ്ഞു ഒന്ന് ഇവിടെ കിടപ്പുണ്ടെന്ന് പറഞ്ഞപ്പം ഞാനെന്നാൽ പോയി നോക്കാമെന്ന് ഓർത്തു. അവൻ പിറകെ കൊച്ചിനെയും കൊണ്ട് പോയി, ചെറുതിനെയും കൊണ്ട് പോയി. ഇല്ലെങ്കിൽ അവൻ്റെ വഴിക്കും ഞാൻ എൻ്റെ വഴിക്കും എന്ന് പറഞ്ഞ പോലെ പോകും. അതുകൊണ്ട് അവനെയും കൂടെ കൂട്ടി പതുക്കെ പോയി നോക്കിയപ്പോഴാണ് കാണുന്നത്, ഒന്ന് ഇവിടെയാണെങ്കിൽ ഒന്ന് മറ്റേ അറ്റത്തും അതുപോലെ കിടപ്പുണ്ട്. ആളങ്ങനെ അത് അവിടം വരെ വലിച്ചെറിഞ്ഞെന്ന് എനിക്കറിയാൻ മേല. പക്ഷെ ഞാൻ പതുക്കെ ഇറങ്ങിയെടുത്ത്. അവിടെ ആണെങ്കിൽ ഭയങ്കര എനിക്കിങ്ങനെ താണു പോവുമോ, ഇങ്ങനെ ചളിയുണ്ടോ എന്നും അറിയാൻ പറ്റത്തില്ല. പുല്ലിങ്ങനെ പൊങ്ങി കിടപ്പുണ്ട്. പക്ഷെ ഇടയ്ക്ക് വെള്ളം കെട്ടിക്കിടക്കുന്നതുകൊണ്ട് എന്താണെന്നറിയത്തില്ല. അവിടെ പതുക്കെ പോയി നോക്കി. ഒന്നാണെങ്കിൽ ഇങ്ങനെ പൊങ്ങി തന്നെ നിൽപ്പുണ്ടായിരുന്നു. ഒന്ന് കാണാനേ ഇല്ല. കുറേ തപ്പിക്കഴിഞ്ഞപ്പോഴാണ് കിട്ടിയത്. അങ്ങനെ 2 ചെരുപ്പും എടുത്ത് നോക്കിയപ്പോൾ ചെളിയിൽ മുഴുത്ത് കിടക്കുക. കഴിഞ്ഞ ദിവസം കണ്ടാണെന്ന് തോന്നുന്നു വലിച്ചെറിഞ്ഞു. ആ വെള്ളത്തിൽ കളിച്ചിട്ട് നേരെ വലിച്ചെറിഞ്ഞായിരിക്കും. പക്ഷെ ഇവൻ അവിടം വരെയൊക്കെ വലിച്ചെറിയാറായോ എന്നാണ് ഞാൻ ആലോചിച്ചത് മൊത്തം. അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഇത് 7 മണിയാണ് ഈ ടൈമിൽ. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ആകാശം നോക്കിയതാണ്. നല്ല വ്യൂ ആണ്. പക്ഷേ ഈ ഫോണിൽ കാണുമ്പോൾ അത്രയ്ക്കുള്ള സെറ്റപ്പായിട്ട് തോന്നുന്നില്ലല്ലോ. നേരിട്ട് കാണാൻ നല്ല വ്യൂ ആയിരുന്നു. അങ്ങനെ ഞാനിത് എടുത്തതാണ്. അങ്ങനെ അകത്തോട്ട് കയറിയപ്പോൾ ആൾക്ക് മിൽക്ക് മെയ്ഡ് വേണമെന്ന് പറഞ്ഞു. ചുമ്മാ തിരുന്ന് കണ്ടപ്പോൾ ഞാനെന്നാൽ ബ്രെഡും കൂടെ കൊടുത്തതാണ്. ഇല്ലെങ്കിൽ ചുമ്മാ അത് മാത്രം തിന്നുകൊണ്ടിരിക്കേണ്ടല്ലോ എന്ന് ഓർത്ത് അങ്ങനെ കൊടുത്ത. എൻ്റെ 2 പിള്ളേർക്ക് രാവിലെ ചായപ്പരിപാടിയില്ല കേട്ടോ. കൊടുത്താൽ കുടിക്കും, വേണമെന്നൊന്നും പറയത്തില്ല. പക്ഷെ ഇവൻ ഈ മിൽക്ക് മെയ്ഡ് എടുത്ത് കഴിക്കുന്നത് കണ്ടപ്പോൾ ഫ്രിഡ്ജ് തുറക്കലാണ്. അങ്ങനെ മൂത്ത ആളാണെങ്കിലും അതുപോലെ മദ്രസയിൽ പോകുമ്പോൾ ഒന്നും കുടിക്കത്തൊന്നുമില്ല. അവിടുത്തെ മദ്രസയിൽ, അതായത് കോട്ടയം, ഞങ്ങളുടെ അവിടെ മദ്രസ എന്ന് വെച്ചാൽ വൈകുന്നേരമായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് രാവിലെ മദ്രസ ആയപ്പോൾ ഞാൻ ആദ്യം ഓർത്ത് അവൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമെന്ന്. പക്ഷെ അവൻ രാവിലെ വെളുപ്പിൽ എണീക്കുന്നവനായതുകൊണ്ട് വലിയ കുഴപ്പമില്ല, അവനങ്ങ് പോയിക്കോളും. പിന്നെ ഈ കാണുന്നത് അവക്കാഡോ ആണെന്ന് കഴിഞ്ഞ ദിവസമാണ് ഞാൻ അറിയുന്നത്. അതിനെക്കുറിച്ചൊന്ന് റിസർച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു, എന്താ അതൊന്നും ഉണ്ടാവാത്തതെന്ന്. അങ്ങനെ പിന്നെ പരിപാടിയെല്ലാം കഴിഞ്ഞ് മോനെ സ്കൂളൊക്കെ വിട്ടിട്ട് 3 അപ്പം പത്തൽ, ഇവിടുത്തെ ദേശീയ ഭക്ഷണം എന്ന് പറയുന്ന പോലെ പത്തൽ അങ്ങനെ കഴിച്ചു. ഞാൻ ഇന്ന് ബസ്സിലാണ് പോകുന്നത്. കൂട്ടുകാരി അവൾ വന്നില്ല, അവളിവിടെ പോയേക്കുക. പിന്നെ ഡ്രൈവിംഗ് സ്കൂളിൽ ഇന്നും ഞാൻ പോസ്റ്റായിരുന്നു. എന്താണെന്നറിയത്തില്ല, ഇന്ന് ആ ചേച്ചി വന്നില്ല. അതുകൊണ്ട് അവിടെ നിന്ന് പെട്ടെന്ന് തിരിച്ചു വന്നു. ഈ ഗേറ്റ് എന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഇവിടെ മെയിനായിട്ട് ഗേറ്റ് അടവാണ്. അങ്ങനെ കുറച്ച് താമസിച്ച് ഞാൻ വീട്ടിലോട്ട് എത്തിയത്. വീട്ടിൽ എത്തിയപ്പോഴേക്കും മീൻകറി, കേരമീൻ പൊരിച്ചതുണ്ടായിരുന്നു. ഞാൻ കഴിക്കാതിരുന്നപ്പോൾ ആൾക്കും കൂടെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അതിൽ നിന്നൊരു പങ്ക് അവനും കൂടെ കൊടുത്ത് കഴിച്ച്. കുറച്ച് സമയം എടുത്തു. ചുമ്മാ ടി വിയൊക്കെ നോക്കിക്കൊണ്ടാണ് ഞാൻ കഴിച്ചത്. അവന് കൊടുക്കുകയും കൂടെ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് സമയം എടുത്തു. അങ്ങനെ ഫുഡ് കഴിയെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഇതിനിടെ ഞാൻ വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇഷ്ടംപോലെ വെള്ളം കുടിക്കുന്ന ആളാണ്. കിഡ്നി സ്റ്റോണൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് വെള്ളം ഒത്തിരി കുടിക്കും. അതൊന്നും എടുക്കുന്നില്ല. പിന്നെ പലതും നമ്മളെ വീട്ടിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങളൊന്നും വീഡിയോസായിട്ട് ഉൾപ്പെടുത്തുന്നില്ല. നമ്മളെന്ത് കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്നോ അത് മാത്രമാണല്ലോ വീഡിയോസ് എടുക്കുന്നത്. അത് മാത്രമല്ല കേട്ടോ, ഇതെന്ന് വെച്ചാൽ എനിക്ക് ഫോൺ ഒരു ആംഗിൾ വെച്ചിട്ട് എടുക്കാനോ അങ്ങനെയൊന്നും അറിയത്തില്ല. പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ തന്നെ പിടിക്കുന്നതുകൊണ്ടാണ് ഫോൺ ഇങ്ങനെ പിടയ്ക്കുന്നത്. എനിക്കൊരു ട്രൈപോഡ് ഉണ്ട്, പക്ഷെ അത് യൂസ് ചെയ്യാൻ അറിയുന്നില്ലെന്നുള്ളതാണ് സത്യം. എങ്ങനെ ശരിക്കണം, എവിടെ വെക്കണം, ആംഗിൾ ഒന്നും അറിയത്തില്ല. ഞാൻ കയ്യിൽ തന്നെ പിടിച്ചാണ് മാക്സിമം ചെയ്യുന്നത്. പിന്നെ ഈ ബാക്ക് പൊസിഷൻ എടുക്കുന്ന എന്തെങ്കിലുമൊക്കെ വീഡിയോ വരുമ്പോൾ എവിടെയെങ്കിലും ചാരി വയ്ക്കും. ഇതൊക്കെ പഠിക്കേണ്ടിയിരിക്കുന്നു. പതുക്കെ പഠിക്കാം. ചേച്ചിയോട് ചോദിച്ചിട്ടാണ് ഞാൻ ചേച്ചിയുടെ വീഡിയോസ് എടുത്തത് കേട്ടോ. അങ്ങനെ സാധനം മേടിച്ച്, പഴംപൊരി ആയിരുന്നു റെസിപ്പിയായിട്ട് ഞാൻ ഇട്ടേക്കുന്നത്. അതിന് വേണ്ടിയുള്ള സാധനം വാങ്ങിച്ചിട്ട് വീട്ടിലോട്ട് വന്നു. പിന്നെ ചടപട എല്ലാം ചെയ്ത് ഇതിനിടയിൽ മകനെ ചെറിയ ആളെ ഉറക്കിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ പെട്ടെന്ന് ചെയ്തെടുത്ത് പഴംപൊരി, ഞാൻ ഒരു പഴംപൊരിയൊക്കെ ഞാൻ കഴിച്ചുള്ളൂ.
പിന്നെ എന്താ പറയാൻ വന്നത്, ഞങ്ങളുടെ അടുക്കളയുടെ കാര്യം. അടുക്കള ഭയങ്കര വെട്ടക്കുറവാണ്. അതുകൊണ്ട് തന്നെ അടുക്കളയിൽ കുക്ക് ചെയ്യുന്ന വീഡിയോസൊന്നും എടുക്കാൻ പറ്റത്തില്ല. ഞങ്ങളുടെ വീടിനകത്തെ പൊതുവെ വെട്ടക്കുറവാണ്, അതുകൊണ്ട് എടുക്കാറില്ല കേട്ടോ. അങ്ങനെ പഴംപൊരിയെല്ലാം കഴിച്ച് അപ്പോഴേക്കും ഇളയാൾ എണീറ്റ്. പിന്നെ എന്താ സ്ഥിരം പരിപാടികളൊക്കെ തന്നെ. പിന്നെ വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആയപ്പോൾ ചുമ്മാ ഞാൻ വെളിയിലെ വ്യൂ ഒന്ന് എടുത്തതാണ്. അത്രയ്ക്കുള്ളൊരു ഇരുട്ടായി. പിന്നെന്താ, എന്നിട്ട് അടുക്കളത്തൊന്ന് ചുമ്മാ ഒന്ന് എടുക്കാമെന്ന് ഓർത്തപ്പോഴേക്കും തീരെ വെട്ടക്കുറവ്. അതുകൊണ്ട് ഞാനത് എടുത്തില്ല കേട്ടോ, ഞാൻ വേണ്ടാന്ന് വെച്ചു. ഈ പരിപാടി ഇപ്പോഴും ഇവിടെയൊക്കെ ഉണ്ടോ? ഞങ്ങളുടെ അവിടെ ഈ കൊതുക് ശല്യം ഭയങ്കരമായിട്ടോ. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.